അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹയ്യാക്കുമുല്ലാഹ് വബയ്യാക്കും വമർഹബൻ ബിക്കും. ഇപ്പം ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ജബീൻക്കാണ്. എന്താണ് ജബീൻക്ക് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ് നല്ലത് തന്നെ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ? ആയത്തല്ലേ. പിന്നെ നമ്മള് ഇവിടെ കുല്ലിയത്തുൽ ഖുർആനിലാണ്. പല കുല്ലിയകളുണ്ട്. കുല്ലികളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ കുല്ലിയത്തുൽ ഖുർആനിലെ ഇപ്പം മലയാളികളായിട്ട് ഇപ്പം നിലവിലുള്ളത് നമ്മള് 3 പേര്. ഞങ്ങൾ 3 പേരാണ്. ഒന്ന് ഞാന്, ഒന്ന് ജാസിമൻ, ഫസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലോ ജാസിമൻ, പിന്നെ ജബീൻക. എന്താണ് കുല്ലിയത്തുൽ ഖുർആന്റെ ഒരു അനുഭവം? കുല്ലിയത്തുൽ ഖുർആൻ മാഷാ അല്ലാഹ് കുല്ലിയത്തുൽ ഖൈറാണ്. ബാക്കി നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു ഫന്നാണ് ഖിറാഅത്ത് എന്ന് പറയും. ലോകപ്രസിദ്ധ പണ്ഡിതനായ ഷാഫിഈയുടെ ഹിർസുൽ അമാനി വജുഹ്താനി ബേസ് ചെയ്ത് അവളോട് പഠിപ്പിക്കുന്നത്. ഷാത്തിബിയ വൈസലും, അതെ, പിന്നെ ദുർറ, പിന്നെ അബ്ദുല്ലായി, പിന്നെ റസ്മ്, ജസരിയ. ബാക്കിയുള്ള എല്ലാ കുല്ലിയനെ അപേക്ഷിച്ചും കുറച്ച് ടഫായിട്ടുള്ള ഹിഫ്ള് കൂടുതലുള്ളൊരു ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ. കൂടുതൽ ഹിഫ്ലാക്കാണ്ട് ഈ കുല്ലിയത്തുൽ ഖുർആനിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 4 വർഷത്തെ കോഴ്സിലൂടെ അൽഹംദുലില്ലാഹ് ഖിറാഅത്തിലും തഫ്സീറിലും പിന്നെ ഖുർആനിന്റെ ബാക്കിയുള്ള ഉലൂമുകളിലും വലിയൊരു അവഗാഹന നേടാൻ പറ്റും. നമുക്ക് പറ്റും. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് കുല്ലിയത്തുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖിറാഅത്തും തഫ്സീർ കാര്യമായിട്ട് ഖിറാഅത്താണ്. പക്ഷെ അതായത് ഓരോ ഖിറാഅത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നല്ലോണം പഠിക്കണം. പൊതുവെ നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു ജബീൻക പറഞ്ഞ പോലെ ഒരു അറിവാണ്. ഉണ്ട്, ഖിറാഅത്ത് പഠിച്ചവരുണ്ട്, ഇജാസ എടുത്തവരുണ്ട്, വളരെ കുറവാണ്. പക്ഷെ അത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പഠിക്കാം. ജബീൻക്ക് എന്തോ തിരക്കുണ്ട്, 1 മണിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. എന്നായിക്കോട്ടെ. വലൈക്കും അസ്സലാം.